ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടില് ഒരു വളർത്തു ജീവി ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണം ഈ പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ മതി, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും. അത് ജീവിതാന്ത്യം വരെ കൊണ്ടു നടന്നാൽ മതി. ആ ഒരു ബഹുമാനമുള്ള മനസ്സ്, ആ ഒരു ആദരവിന്റെ മനസ്സ്, കൽബ്. റസൂലുള്ളാഹിന്റെ വീട്ടില് ഒരു പെറ്റ് ഉണ്ടായിരുന്നു, ഒരു വളർത്തു ജീവി. റസൂലുള്ളാഹി വളർത്തിയിരുന്ന ഒരു ജീവി ഉണ്ടായിരുന്നു. ആ ജീവി എന്താണെന്ന് ഹദീസിൽ നിന്ന് അതിന്റെ പേരൊന്നും വ്യക്തമല്ല. കീരിയെ പോലെ, അണ്ണാനെ പോലെയൊക്കെ ഉള്ള ഒരു സാധനം, ഒച്ചയും വിളിയിട്ട് നടക്കുന്ന ഒരു സാധനം. അത് പ്രസവിച്ചു, അതിന് കുട്ടികളൊക്കെ ആയി. അതും അതിന്റെ കുട്ടികളും. ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറയണം, അള്ളാന്റെ റസൂല് റൂമിലുണ്ടോ അല്ലേ എന്ന് കിച്ചണിൽ ഇരുന്ന് എനിക്ക് പറയാൻ പറ്റിയിരുന്നു. റസൂലുള്ളാഹി റൂമിലുണ്ടോ അല്ലേ എന്ന് എനിക്ക് അടുക്കളയിൽ നിന്ന് പറയാൻ പറ്റുമായിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജന്തുക്കൾ ഉണ്ടല്ലോ, ഈ തള്ളിമക്കളും, ഇത് ഭയങ്കര ഒച്ചും വിളിയുമായിട്ട് എപ്പോഴും ഒച്ചും വിളിയും ബഹളം ഉണ്ടാക്കിയിട്ട് അവിടെ ഉണ്ടാകും. അപ്പൊ എനിക്ക് ഉറപ്പാ നബി പള്ളിയിൽ പോയിന്ന്, നബി പുറത്തു പോയിന്ന് ഉറപ്പാ. നബി എപ്പോഴാ വന്ന് കയറുന്നത്, പിന്നെ അവരവിടെ ഉള്ള വിവരം ഒരാളും അറിയില്ല. ഏതെങ്കിലുമൊക്കെ കട്ടിലിന്റെ ചുവട്ടിൽ പോയി വിളിച്ച് എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ കടന്നു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ അങ്ങ് പോകും. ഒച്ചവിളി ഒന്നും ഉണ്ടാക്കൂല. ലാ തുർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യ. ഈ കീരിന്റെ ബോധം പോലും ഇല്ലാത്ത ചില മനുഷ്യന്മാരുണ്ട്. ആ ഒരു കീരിന്റെ ബുദ്ധി പോലും ഇല്ലാത്ത മനുഷ്യന്മാരുണ്ട്. റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ പോയിട്ട് സെൽഫി എടുക്കുക, അവിടെ പോയിട്ട് വീഡിയോ കോൾ ഒക്കെ ശരിക്കും ഇങ്ങനെ കാണാം. വീഡിയോ കോൾ ഇങ്ങനെ ചെയ്തിട്ട് അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് മൂഡ് തിരിച്ചു നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്. എന്നിട്ട് വീഡിയോ കോള് ഓൺ ചെയ്യുന്നുണ്ട്. നാട്ടിലുള്ള പെണ്ണ് തലയെ തട്ടടാതെ ഇയാളോട് സംസാരിക്കുന്നുണ്ട്. റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതിന്റെ ഒക്കെ ഒരു അദബുകേട് എത്രയാണ്. അള്ളാന്റെ റസൂല് പൊരുത്തപ്പെടുവോ? അതൊക്കെ എന്തിനാണ് കാശും ചെലവാക്കി അവിടെ പോയത്? മദീനത്ത് പോയാൽ നല്ല അദബ് വേണം. അദബ് കൈമോശം വന്നിട്ട് മദീനയിൽ പോയി രക്ഷപ്പെടാന്ന് ഒരാളും കരുതണ്ട. എത്ര സംഭവങ്ങൾ റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് വന്നിരുന്ന പച്ചക്കുപ്പന്റെ അടുത്തേക്ക് വരുന്ന ഒരു ഒട്ടകത്തെ ഞാൻ കണ്ടിരുന്നു എന്ന് ഒരാൾ പറയുന്നുണ്ട്. ആ ഒട്ടകം തിരിച്ചു പോരുമ്പോ ബാക്ക് അങ്ങനെയാണ്, റിവേഴ്സ് എടുത്തിട്ടാ പോരുക, തിരിഞ്ഞു പോരൂല. അപ്പൊ ആ ഒട്ടകത്തിന്റെ ബുദ്ധി പോലും നമുക്കില്ലാതെ പോകലല്ലേ ഇത്. അപ്പൊ ശ്രദ്ധിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വലിയ ബഹുമാനം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വലിയ ബഹുമാനം കാണിക്കണം.